എന്തിനാണ് ആനകൾ, എന്തുകൊണ്ടാണ് ആനകൾ കാടിറങ്ങുന്നത്? ഇവരൊക്കെ കൊന്നുകളഞ്ഞൂടെ? മനുഷ്യർക്ക് എന്ത് ഉപകാരമാണ് ആനകൾ ചെയ്യുന്നത്? നിങ്ങൾക്കറിയാമോ? ഞാൻ VM സാദിഖ് അലിയാണ്. ആനയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത്. ഞാൻ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു ജീവിയാണ് ആനകളെന്ന് പറയുന്നത്. മൃഗങ്ങൾ കാരണം മനുഷ്യർ കൊല്ലപ്പെടുന്നതിൽ അതിയായ വേദനയുണ്ട്. രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മിണ്ടാപ്രാണികളെ കൊന്നുകളയണം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർക്കും പൊതുജനങ്ങൾക്കും കർഷകർക്കും അതിലുപരി വിദ്യാർത്ഥികൾക്കുമുള്ളതാണ് ഈ ഒരു വീഡിയോ കേട്ടോ. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന കാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിയാണ്. പണ്ട് കാലങ്ങളിൽ കാട്ടിൽ വലിയ വാരിക്കുഴികളൊക്കെ ഉണ്ടാക്കിയിട്ട് ആനയെ അതിൽ ചാടിക്കുകയും ഭക്ഷണം കൊടുക്കാതൊക്കെ ആനയെ ഉപദ്രവിച്ച് ആനയെ മെഴുക്കിയെടുക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു. ഉത്സവങ്ങൾക്ക് വേണ്ടിയിട്ടും ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടും തടി പിടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആനയെ മെരുക്കിയെടുത്തിരുന്നത്. ഇന്നത്തെ സ്ഥിതിയിൽ ക്രെയിൻ സംവിധാനങ്ങളും JCB സംവിധാനങ്ങളൊക്കെ വന്നതിന് ശേഷം ആനയെ മെരുക്കിയെടുക്കുന്ന, വാരിക്കുഴിയിൽ വെച്ച് മെരുക്കിയെടുക്കുന്ന സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ പട്ടിയെയും ആടിനെയും പശുവിനെയും കോഴിയൊക്കെ പോലെ ഇണക്കി ജീവിപ്പിക്കാൻ, ഇണക്കി വളർത്താൻ ആനയെ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ആനയെ മെരുക്കിയെടുക്കാനാണ് സാധിക്കുക. ഇണങ്ങുന്ന ഒരു ജീവിയല്ല ആന എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പലപ്പോഴും ആനയെ ഒരു വളർത്തുമൃഗമായിട്ട് പല ആളുകളും കാണുന്നുണ്ട്. ഉത്സവങ്ങളിലൊക്കെ തിടമ്പേറ്റ് നിൽക്കുന്ന ആനയുടെ മുൻപിൽ പോയി നിൽക്കുക, ആനയുടെ തുമ്പിക്കൈയിൽ പിടിക്കുക, ആനയുടെ വാലിൽ പിടിക്കുക എന്ന് പറയുന്നതൊക്കെ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹരമാണ്. ഭീകരമായ ശബ്ദത്തിലുള്ള ആർപ്പ് വിളികളും അതിശക്തമായിട്ടുള്ള തീപ്പന്തങ്ങളും ചൂടൊക്കെ ഏൽക്കുന്നത് കാരണം തന്നെ ആനക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ആ സമയത്താണ് ആനകൾ ആളുകളെ ഉപദ്രവിക്കുന്ന കാഴ്ചകൾ ഉത്സവങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയിട്ടാണ് ആനയൊക്കെ പോലെയുള്ള ജീവജാലങ്ങൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം പ്ലാന്റേഷന് തന്നെയാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് അപ്പയും സെന്നയൊക്കെ പോലെയുള്ള അധിനിവേശ സസ്യങ്ങളുടെ കടന്നുവരവ് മൂലം ആനകൾക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയായി. അപ്പോൾ തൊട്ടടുത്തുള്ള കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങും. പല ആളുകളും കൃഷിയൊക്കെ ചെയ്യുന്നത് ഈ കാടിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കയ്യേറ്റത്തിലൂടെയൊക്കെയാണ്. അത് കാരണം ആനക്കറിയാം അവരുടെ സ്ഥലമാണത് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആനകളൊക്കെ കാടിറങ്ങി വരുന്നതും കൃഷിയിടത്തിലേക്ക് ഇറങ്ങി വരുന്നതും ഈ കൃഷി നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് മുഖാന്തരമാണ് ആനകളും മനുഷ്യരുമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് തന്നെ പറയാൻ പറ്റും. കണക്കുകൾ പ്രകാരം ആനയുടെ എണ്ണത്തിൽ വർധനവൊന്നുമില്ല എന്നുള്ളതാണ് കാണപ്പെടുന്നത്. 2010 ഞാൻ സെൻസസിനൊക്കെ പോയിരുന്നു. ആ സമയത്ത് ഏകദേശം 3520 ആനകൾ ഉണ്ടായിരുന്നത് 2024 ജൂലൈയിൽ വന്ന റിപ്പോർട്ട് പ്രകാരം അത് 1593 ആനകളായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. ഒരാന ഏകദേശം അതിൻ്റെ സമയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും തീറ്റ തേടിയിട്ടാണ് നടക്കുന്നത്. ഏകദേശം 18 മണിക്കൂർ തീറ്റ തേടിയിട്ടാണ് ആനകൾ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് 20 മുതൽ 80 കിലോമീറ്ററോളം യാത്ര ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ആനക്ക് 150 മുതൽ 200 ലിറ്റർ വരെ വെള്ളം ഒരു ആനക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിനായിട്ടും അതുപോലെ ഭക്ഷണത്തിനായിട്ടും ആനകൾ നിരന്തരമായിട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അതിൻ്റെ തുമ്പിക്കൈയിൽ ഏകദേശം 8.5 ലിറ്റർ വെള്ളം ശേഖരിക്കാനുള്ള ഒരു കഴിവ് ആനകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒരാനക്ക് ഏകദേശം നമ്മളൊന്നും ചിന്തിക്കുന്നത് പോലെയല്ല 30 മുതൽ 60 സ്പീഡിൽ വരെ ഓടാനും നടന്നു പോകാനൊക്കെ ആനക്ക് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മളൊക്കെ കാണുന്നത് പോലെ ആന ഏകദേശം 100 മുതൽ 500 ഇനം പുല്ലുകളും കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും മരത്തിൻ്റെ തൊലികളും അങ്ങനെ ഔഷധ സസ്യങ്ങളൊക്കെ ഉൾപ്പെടെ 100 മുതൽ 500 വെറൈറ്റി സസ്യങ്ങൾ തന്നെ ആനകൾ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകളിലൊക്കെ കാണാൻ പറ്റുന്നത്. അത് ഏകദേശം ഒരു ദിവസം 75 മുതൽ 150 കിലോഗ്രാം വരെ ആനകൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതിൽ പഴങ്ങളും വിത്തുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഈ പഴങ്ങളും വിത്തുകളൊക്കെ ഉൾപ്പെടുന്ന സമയത്ത് തന്നെ ആന ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ 20 മുതൽ 80 കിലോമീറ്ററോളം യാത്ര ചെയ്യുന്നുണ്ട്.
അതിൻ്റെ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 24 മണിക്കൂറോളം സമയമെടുക്കും അത് ദഹിക്കാൻ വേണ്ടിയിട്ട്. ദഹിക്കുന്ന സമയത്ത് തന്നെ 40% മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ദഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആന കഴിക്കുന്ന പഴങ്ങളും വിത്തുകളൊക്കെ ഈ ഒരു ആനപ്പിണ്ടത്തിൽ കാണുമെന്നുള്ളതാണ്. ഒരു ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഗുണങ്ങളും ഈ ആനപ്പിണ്ടത്തിലുണ്ടായിരിക്കും. അതിൽ വെള്ളം ഉണ്ടായിരിക്കും, വളരാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നമുക്ക് അന്തരീക്ഷത്തിന് കിട്ടും, അതുപോലെ പ്രോട്ടീൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആനകളെപ്പോഴും ഒരു കാട് നിർമ്മിക്കാൻ സജ്ജരായിട്ട് സഞ്ചരിക്കുമെന്നുള്ളതാണ്. വലിയ ഇടതൂർന്ന കാടുകളിലൂടെയൊക്കെ ആന സഞ്ചരിക്കുന്ന സമയത്ത് മരത്തിൻ്റെ മുകളിലുള്ള ചില്ലകളും കമ്പുകളും ഇലകളും വള്ളികളൊക്കെ വലിച്ച് താഴത്തേക്കിടും. അതിലുള്ള പഴങ്ങളൊക്കെ താഴത്തേക്ക് ചാടുന്ന സമയത്ത് അവിടെ വെളിച്ചം വരും. വെളിച്ചം വന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, അവിടെ ഒരു പുതിയൊരു വെജിറ്റേഷൻ ഉണ്ടാവാൻ അത് സഹായിക്കും. അങ്ങനെ പുതിയൊരു വെജിറ്റേഷൻ ഉണ്ടാവുന്ന സമയത്ത് പുതിയൊരു കാട് അവിടെ രൂപപ്പെടും. ഈ ആനത്താരയിലൂടെയാണ് കാട്ടിലുള്ള ഓരോ ജീവജാലങ്ങളും സഞ്ചരിക്കുന്നത്. അതിൽ സസ്യബുക്കായിട്ടുള്ള ജീവജാലങ്ങളൊക്കെ പുള്ളിമാനും കാട്ടിയും മലാനും ഒക്കെ എന്ത് ചെയ്യും, അതിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ മരത്തിൻ്റെ മുകളിലുള്ള ഇലകളും കായകളും പഴങ്ങളൊക്കെ കഴിക്കും. അവർക്കും കൂടെയുള്ളൊരു ഭക്ഷണം ഈ ആനൊക്കെ എപ്പോഴും കണ്ടെത്തും എന്നുള്ളത് തന്നെയാണ് ആ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. കാട്ടിലൂടെ നമ്മളൊക്കെ സഞ്ചരിക്കുന്നത് ആനത്താരകൾ മുഖാന്തരമാണ് സഞ്ചരിക്കുന്നത്. കാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വഴികാട്ടിയാണ് ആനകൾ എന്ന് പറയുന്നത്. കാട് നിലനിൽക്കാൻ ആനകൾ അത്യാവശ്യമാണ്. കാട് നിലനിന്നാൽ മാത്രമാണ് കാട്ടിൽ നിന്നും നമുക്ക് കിട്ടുന്ന വെള്ളവും കാട് നിലനിർത്തുന്നത് കൊണ്ടുണ്ടാവുന്ന കാലാവസ്ഥയും ഭക്ഷണമൊക്കെ നമുക്കുണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് മനുഷ്യർ ഉണ്ടാക്കിയെടുക്കണം. ഒരു ശക്തമായിട്ടുള്ള വന നിയമം ഇവിടെ കൊണ്ടുവരണം. മനുഷ്യർക്കും ആനകൾക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ നിലനിൽക്കാൻ സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരണം. ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഹാങ്ങിങ് ഫെൻസിങ് ഒക്കെ പോലെയുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവന്നാൽ ആനകൾക്കും മനുഷ്യർക്കൊക്കെ ഒരുപോലെ ഇവിടെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആനകളുണ്ടാവട്ടെ മനുഷ്യരുണ്ടാവട്ടെ സൗഹാർദ്ദപരമായിട്ട് പരിസ്ഥിതിയെ സ്നേഹിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയിട്ടും നമുക്ക് ജീവിക്കാം. നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കാടുകളാണ്. ഈ കാടുണ്ടായത് കൊണ്ടാണ് നമ്മളൊക്കെ കിണറുകളിൽ വെള്ളം ഉണ്ടാവുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ.